ഇതൊരു ബൗളിലോട്ട് മാറ്റാം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഉള്ളിക്കറിയുടെ റെസിപ്പിയുമായാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. വീട്ടിലിട്ട് പോയാലോ. അതിലേക്ക് വേണ്ടി ഇത്രയും ചെറിയ ഉള്ളി തോടെല്ലാം കളഞ്ഞ് കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ കത്തിച്ച് കൊടുക്കാം. സ്റ്റൗ കത്തിച്ച് ഒരു ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ കുറച്ച് കൂടിയാലും കുഴപ്പമില്ല. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. ഇനി ഇതാ ഇത്രയും ഉലുവ എടുത്തിട്ടുണ്ട്. വളരെ കുറച്ച് മതി. അതും കൂടി ഇതിലിട്ടിട്ട് കൊടുക്കാം. ഇനി വേണ്ടത് കറിവേപ്പിലയാണ്. ഇനി ഇതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. വേകാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇതൊന്ന് ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കണം, ഇത് കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇതിലേക്ക് 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അത് ഇതിലിട്ട് കൊടുക്കാം. മൂടി വയ്ക്കാം. ഇടയ്ക്കിടയ്ക്കൊന്ന് തുറന്ന് നോക്കിയില്ലെങ്കിലേ ഇത് ഉള്ളി പെട്ടെന്ന് കരിഞ്ഞു പോകും. നമുക്കിതൊന്ന് നല്ല ഗോൾഡൻ കളറാവണം. നമുക്ക് ഒരാഴ്ചയോളം കേടുകൂടാതെ വെച്ചിരിക്കാൻ പറ്റും. ചൂടാക്കി ഉപയോഗിക്കാം. ഫ്രിഡ്ജിൽ വയ്ക്കേണ്ട ആവശ്യമില്ല. കുറച്ച് കൂടുതൽ ഉള്ളി എടുത്താൽ മതിയാവും. തുറന്നു. ഉള്ളിയെല്ലാം നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് പച്ചമണം പോകുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി വേണ്ടത് മുളക് പൊടിയാണ്. 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് കുറച്ച് കായപ്പൊടി. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി എടുത്ത് പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കാം. ഇനി കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാം. പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കാൻ പാടില്ല, അതിൻ്റെ ടേസ്റ്റ് എല്ലാം മാറിപ്പോവും. അതുകൊണ്ട് ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം. കുറച്ച് കറി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ചൂടുവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് എണ്ണ തെളിയാൻ വേണ്ടി വെച്ച് കൊടുക്കാം. നമുക്ക് ഉപ്പുണ്ടാന്ന് നോക്കാം.
ഉപ്പെല്ലാം കറക്റ്റായിട്ടുണ്ട്. നമുക്കിനി മൂടി വെച്ച് കൊടുക്കാം. കറി റെഡിയായെന്ന് നോക്കാം. അപ്പോൾ എല്ലാം നല്ലവണ്ണം എണ്ണയെല്ലാം തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇത്രയും മതിയാവും. സ്റ്റൗ ഓഫ് ചെയ്യാം.